Hi guys, Assalamualaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേയ്സ് ഇൻ മൈ ലൈഫ് ആയിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ടൈം വന്നിട്ട് ഇന്ന് ടൈം വന്നിട്ട് 5 മണിയാണ്. എനിക്കൊരു എക്സാം ഉണ്ട്. സോ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് വെച്ചിട്ടാണ് എക്സാം. 7:00 അവിടെ എത്തിയിട്ട് നമ്മൾ ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കയറ്റില്ല. അപ്പോൾ ഞാൻ റെഡി ആവാണ്. ഓക്കെ, എക്സാം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള മിനിമൽ ഡ്രസ്സ് ഇടാനേ പറ്റുള്ളൂ. റെഡി ആവാം. കൂടുതൽ അങ്ങനെ ആഡംബരമായിട്ട് ഒരുങ്ങാനൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈവൻ വാച്ച് പോലെ അലൗഡല്ല. അപ്പോൾ 7:30 to 9:30 വരെയാണ് എക്സാം. അതിൻ്റെ ഇപ്പോൾ കഴിയും വേഗം. ആക്ച്വലി ഐ എം റണ്ണിങ് ലിറ്റിൽ ബിറ്റ് ലേറ്റ്. എനിക്കിനി ഫുഡും കൂടി കഴിക്കാണ്ട്. ഫുഡ് കഴിക്കാണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് പോകാൻ പറ്റും, കാരണം അത് വിശക്കും. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു 2 മണിക്കൂറൊക്കെ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പോണേ. സോ ആ ഒരു തട്ട് യൂസ് ചെയ്യുന്നത് കൈറോടെ നിത ഗിഫ്റ്റ് ചെയ്താണ്. എൻ്റെ ഷെയ്ഡ് നോക്കാൻ വയ്യ, ന്യൂഡ് ഷെയ്ഡാണ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് മാച്ച് ഫോർ മീ. ഓക്കെ, ദിസ് ഇസ് ലിപ് ഗ്ലോസ്. രസമുണ്ട്. ഭയങ്കര പേലായിപ്പോൾ ലിപ്സ്റ്റിക്ക് മാറ്റാൻ. ലിറ്റിൽ ബിറ്റ് ഗ്ലോസി. ഞാൻ ഭയങ്കര പതിയാണല്ലോ സംസാരിക്കണം. രാവിലെയാണോ സംഭവം ചെറിയൊരു കയ്പുണ്ട്. എന്താണ് ആച്ചാൻ ഇട്ടിട്ടില്ല, അവിടുന്ന് ഊരി വെക്കാം. എന്തോ പോലെ കൈ. ദോശ മീൻകറി. എത്ര മണിയായി? 5 മണിയാവുന്നുള്ളൂ. കുപ്പി അതിൻ്റെ ഉള്ളിൽ കയറ്റൂല. കുപ്പിയൊന്നും അതിൻ്റെ ഉള്ളിൽ കയറ്റൂല.
കാറിലിരുന്നിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമില്ലേ. അതുകൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളെങ്കിലും ഒന്ന് കുറച്ചും കൂടി ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്യായിരുന്നു, ഞാൻ നോക്കിയിരുന്നു. അങ്ങനെ കോളേജ് എത്തി. കോളേജിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓൾറെഡി ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് ഞങ്ങൾ നേരെ എക്സാം എഴുതാൻ പോവുകയാണ് ചെയ്തത്. 7:30 തൊട്ടിട്ട് 9:30 വരെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. സമയം പെട്ടെന്ന് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വേറെ സ്ഥലത്തേക്കാണ് പോയത്. ഹലോ, അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എക്സാം എഴുതാൻ പോകണതിൻ്റെ. അത് പിന്നെ എനിക്ക് ചില പേഴ്സണൽ കാര്യം കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ വ്ളോഗ് അവിടെ വെച്ച് കട്ട് ചെയ്തു. ഇപ്പോൾ ഇത് വേറെ ദിവസമാണ്. ഞാൻ ഇതുണ്ട് യൂണിഫോം ഇട്ടിരിക്കേണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ള പ്രോഗ്രാം അതിലുണ്ടാവുന്നു. അല്ല, പ്രോഗ്രാമല്ല, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കളരി വെച്ചിട്ട്. അപ്പോൾ അതിനെ മാറ്റിയതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ഉള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യണത് ഈ ഇൻ്റർവ്യൂ സെക്ഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇതൊരു ഫ്യൂച്ചർ ഐ എന്നിട്ടുള്ളൊരു ചെറിയ ചാനലാണ്. അപ്പോൾ ആ ചാനലിലത്തെ ആൾക്കാരാണ് വന്നിട്ട് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തണേ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാതുകൊണ്ട് തന്നെ പ്രോഗ്രാമും കാര്യങ്ങളും കുറവാണ്. അപ്പോൾ പിന്നെ കുറേ ആയിട്ട് ഞാൻ ഈ യൂണിഫോമും കാര്യമൊന്നും ഇട്ടിട്ടില്ല. അതുപോലെ പ്രോഗ്രാമും അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ആഴ്ചയിൽ 3 ക്ലാസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അതൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് എക്സാമിന് പോയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം കോളേജിൽ കയറിയൊരു ഫീൽ ആയിരുന്നു. ക്ലാസ്സിലിരുന്ന് എഴുതുമ്പോൾ ഞാൻ വീണ്ടും സ്റ്റുഡൻ്റ് ആയൊരു ഫീൽ ആയിരുന്നു. എനിക്ക് വീണ്ടും പഠിക്കാനൊക്കെ പോയാലോ എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ച്. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മലപ്പുറം ഗവൺമെൻറ് കോളേജ് വെച്ചിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നു. PSC എക്സാമാണ്. ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിട്ട് പോയതൊന്നുമല്ല. ഞാൻ വെറുതെ അറ്റൻഡ് ചെയ്തതാണ്. ഒരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടി അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി സിവിൽ എക്സ്പീരിയൻസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സിവിലിയൻസ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവർ നോക്കിയിട്ടാണ് ഞാൻ കുറേയൊക്കെ പഠിച്ചത്. അവർ ലാസ്റ്റ് തലേ ദിവസം ഒരു 8 മണിക്കൂറിൻ്റെ ഒരു ലൈവ് മാർത്തൻ എന്നിട്ടൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. 8 മണിക്കൂറുണ്ട്. അത് നോക്കിയിട്ട് മാത്രം പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം മുന്നേ എന്തെങ്കിലും പഠിച്ചിട്ട് അതിന് റിവിഷൻ പോലെ പിന്നീട് ആ ലൈവ് കാണുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഉപകാരപ്പെട്ടേനെ. ആയിട്ട് നമ്മൾ PSCക്കായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഈസി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ആക്ച്വലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാനിപ്പോൾ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ്. നമ്മൾ ക്ലാസ്സിനൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ നോട്ട് എഴുതി അങ്ങനെ പഠിച്ചതാണ്. അത് കുറച്ചുകൂടെ നല്ലതാണ് ഈ കോഴ്സിനൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കും. ഞാൻ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടില്ല. ഞാൻ എക്സാം എഴുതാൻ ചെയ്തത്. ആൻഡ് ഞാൻ തന്നെ 2-4 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ അത്ര പോലും പ്രിപ്പയർഡ് ആക്കാണ്ട് എഴുതിയിട്ട് പോലും 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഞാൻ ഉണ്ടല്ലേ. നെഗറ്റീവ് മാർക്കും ഉണ്ട്. 3/4 മാർക്ക് കേട്ടോ നെഗറ്റീവ് മാർക്ക് വരും റോങ് ആൻസർ ആണെങ്കിൽ. അങ്ങനെ ഗ്രേഡ് ഓവർസിയർ 3ൻ്റെ ഗ്രേഡ് 3യുടെ എക്സാം ഉണ്ടായിരുന്നു, ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ. അപ്പോൾ അങ്ങോട്ട് പോകാം. കളരി പോകാൻ വന്നിട്ടുണ്ട്. ഇന്ന് ക്ലാസ്സുണ്ട്, കളരി ക്ലാസ്സുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇതുള്ളത്. താത്തയുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനത്തെ ഒരു ഇത് വന്നിട്ട് അതുകൊണ്ടൊരു എന്തോ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല. എന്തൊക്കെയാ ചോദിക്കാമെന്ന് എനിക്കറിയില്ല. ഇതൊന്നോ ലെസ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞ് സാധാ ഡ്രസ്സ് ഇട്ടിട്ട് ആദ്യം ഇൻഡോർ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വീട്ടിലേക്ക് തന്നെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്റ്റോമെട്രി പഠിച്ചിട്ടുള്ളതാണ്, അതും ചെയ്യുന്നില്ല. എന്തായാലും പിന്നെ കളരി രംഗത്ത് ഇപ്പോഴും നിറസാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ഇന്നും അവർ പ്രാക്ടീസ് ചെയ്യാൻ വന്നാണ്, അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്നാണ്. ഇനി അടുത്തൊരാളുണ്ട്, അങ്ങനെ ഇവിടുത്തെ ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കളരിക്കാണ്. കളരിയിൽ ക്ലാസ്സുള്ള ദിവസമായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ ക്ലാസ്സും വീഡിയോ അവരെ എടുക്കുന്നതും പിന്നെ ഞങ്ങളെ കൊണ്ട് തന്നെ കുറേ പ്രാവശ്യം ചെയ്യിപ്പിച്ച് ഒരു 7:30 വരെ അവർ നീട്ടിക്കൊണ്ടേണ്ട് മാക്സിമം. ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് കുറേ നേരം നിന്നിട്ട് അവർ ഷൂട്ട് ചെയ്തും ഞാനിതിനായിട്ട് മെനക്കെടും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞു ഗൈസ് ഷൂട്ടിങ്. 7 മണി 7:30 ടു ബാഡ് ആക്ച്വലി. എന്താ പറയുക, വേണം. ഓക്കെ, അപ്പോൾ ഫൈറ്റി എന്താ പറയുക, ഷൂട്ടിങ് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമാണ് എടുക്കണേ. അപ്പം നോക്കണ്ട ഇന്ന് പറയും ഫൈറ്റിക്ക് ഇങ്ങനെയൊക്കെ തന്നെ കൈമലൊക്കെ നൈസായിട്ട് തുള്ളിയൊക്കെ പോയി മുട്ടൊക്കെ. പക്ഷെ എനിക്കൊരു കാര്യം റിയലൈസായി. ഞാനത് ചെയ്തപ്പോൾ ഇതൊക്കെയാണ് ഞാൻ
എന്നുള്ളത് മനസ്സിലായി. എത്ര തന്നെ എൻ്റെ സ്വഭാവം മാറ്റാൻ നോക്കിയാലോ അല്ലെങ്കിൽ അത് ഇറങ്ങണ്ട, ഇത് വേണ്ട, കളർ കുറച്ച് ദിവസം മാറ്റിയേക്കാന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു അത് ഞാനല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ കുറേ കാലത്തിന് ശേഷം എനിക്ക് ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്ത പോലെ, എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇങ്ങനെ മുറിയായി നല്ല വേദന എടുക്കുന്നുണ്ട്, ബട്ട് ഈ എന്തോ അതിലൊരു സന്തോഷം. മുറി ആയിട്ടില്ല കേട്ടോ. എന്താ ഞാൻ പറയണമൊക്കെ എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ഞാൻ. ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറെ ആവാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ദിവസം ഞാൻ കളർ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല, എന്താണ് സിവിൽ റിലേറ്റഡ് വർക്ക്, ജോബ്, അത് ഇത് അങ്ങനത്തെ കാര്യത്തിലൂടെ പോകുമ്പോൾ കളറി എന്നുള്ളൊരു സംഭവം ഞാൻ മാറ്റി വെച്ചാൽ ഞാൻ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് കാര്യമൊക്കെ മനസ്സിലായി ഫീൽ എനിക്ക്. നല്ല ടയർഡായിക്കണ്. ഷൂട്ട് ചെയ്ത ആൾ നല്ലിട്ട് കുഴപ്പിച്ച് കുറേ തവണ ഷൂട്ട് ചെയ്യിപ്പിച്ച് അത് ഇത് അതായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാൻ, ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചാലൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷാണ്. ഉമ്മ ഒന്ന് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാനുള്ളതുകൊണ്ട് കേൾക്കൂല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് തത്തതിൻ്റെ ഉള്ളിൽ? ചമ്മന്തിയുടെ ഉള്ളിൽ കോഴിമുട്ടയുടെ ഉള്ളിൽ ചമ്മന്തി വെച്ചിട്ട്. എനിക്ക് വേണ്ട, എനിക്ക് വിശക്കണില്ല, പക്ഷെ താത്ത പറഞ്ഞ് കേക്ക് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. സോറി കൂടെ കഴിച്ചണല്ലോ. രാജകീയ ജീവിതം ഒന്നാം കുറേ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അല്ലേ? ഇത് ഓറഞ്ച് ജ്യൂസ്, മുസംബി ജ്യൂസ്. പരിപാടിയൊക്കെ ഉണ്ട്. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നല്ലോ. ശരിക്കും മിസ് ചെയ്യണം പ്രോഗ്രാം. അപ്പോൾ ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിലാണ്. ഇത് വേറെ ദിവസമാണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ ഫസ്റ്റത്തെ നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ എക്സാം എഴുതുന്ന വീഡിയോ ആയിരിക്കും. രണ്ടാമത്തെ ദിവസം കണ്ട വീഡിയോ ഞാൻ ഷൂട്ടിൽ ഇടുന്നൊരു വീഡിയോ ആയിരിക്കും. ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഹോമിലാണ്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഞാൻ ഹോമിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാവുക. ടുഡേ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. പിന്നെ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. വൈകുന്നേരം കളരിയുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറൊന്നുമില്ല എനിക്ക്. ഞാൻ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇപ്പോഴത്തെ എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സിൻ്റെ രാവിലെ വന്നാൽ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഞാൻ അവിടെ വന്നിരിക്കാറ്. കാരണം ഒന്നുകൊണ്ടല്ല, നമ്മളെ വീട്ടിൽ വേറെ 2 ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മൾ ബെല്ലയുടെ 2 സന്താനങ്ങളാണിത്. ഓക്കെ, ഉറങ്ങാണ പാല് കുടിച്ചിട്ട്. ഇത് പിന്നെ നല്ല ഉറക്കാണ്. പാലൊക്കെ കുടിച്ചിരിക്കണല്ലോ. ഇല്ല ഓക്കെ. ഓ എൻ്റെ ബെല്ല കുറച്ച് തുടക്കൽ കൂടുതലാണ്. പാലുടിച്ചട്ടാ. ഉറങ്ങിക്കിടക്കുന്ന ആളെന്തിനാ തുടച്ചെണീപ്പിക്കണേ? ആള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ വർക്കോർത്താണ്. അപ്പം വർക്കോർത്ത് നമുക്കിവിടെ ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് കാണാൻ നല്ല രസം. ഞാൻ കുറച്ചുകൂടി ഇരിക്കും. നിങ്ങളിപ്പോൾ കണ്ടത് ബെല്ലനെയാണ്. ബെല്ലനെയും 2 കുട്ടികൾ. ബെല്ലയും അല്ലാണ്ട് വേറെ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. സോംബിയും ഓഗിയും.
വേറെ 2 കൂടി ഉണ്ട്. ഇതിൽ സോംബി സ്റ്റൂൾ വികൃതി. അപ്പോൾ നമ്മൾ പുറത്തായി കഴിഞ്ഞാൽ കുട്ടികളെ ഭയങ്കര സ്നേഹമാണ് സോംബിയുടെ സ്നേഹം കൂടുതൽ കാരണം ആക്കാറില്ല, കാരണം ഭയങ്കര സ്നേഹം. അപ്പോൾ ഭയങ്കരമായിട്ട് നക്കിയിട്ട് അവർക്ക് ഭയങ്കര വയ്യാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സോംബിനെ ഇറക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇവിടെ കളിക്കാൻ കുറച്ച് നേരം വിടാറുണ്ട്. ഓക്കെ പാവം. ഇത് നമ്മൾ മെയിൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പൂച്ചവെക്കാണ് തിരിക്കണം. ഇപ്പോൾ ടൈം വന്നിട്ട് കുറച്ച് ഒരു 11:30 ഉണ്ടാവും. 11:30 ആയിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞ 11:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ആയിരുന്നിട്ട് ലാപ്പിലിരിക്കും. എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യും. പ്രത്യേകിച്ച് നല്ലപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാപ്പൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പണികളിലാണ്. കുറച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇത് എൻ്റെ റൂമാണിത്. ഞാൻ കിടക്കുന്നതൊക്കെ ഞാൻ മേലെയാണ്, കാക്കാൻ്റെ റൂമിലാണ്. ഇവിടെ പണി അടക്കാനുണ്ട് ഇനി. അപ്പോൾ ബാത്റൂമൊന്നും വർക്കിംഗ് അല്ല, അപ്പോൾ എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഞാൻ ശരിക്കും ഫ്രീ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. കാരണം വർക്കില്ലാത്തതുകൊണ്ട് തന്നെ, പിന്നെ പ്രോഗ്രാമും കുറവായതുകൊണ്ട് തന്നെ ഫുൾ വീട്ടിൽ ആ ഒരു മൂഡിലാണ്. ഫുൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഫേസ് ആക്കാം. ഇനി ഞാൻ എന്തെങ്കിലും കയറുകയാണെങ്കിൽ അതൊരു പെർമനൻറ്റ് ജോബിനാണ് കയറുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇതുണ്ട്, കാരണം ഒരു സീരിയസ് ജോബിനാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കൂട്ടക്കള വർക്ക് ചെയ്യുമ്പോഴും അതൊരു എനിക്കറിയാം, സീസൺ കഴിഞ്ഞ് ഞാൻ കഴിയുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഇനിയൊരു വർക്ക് ഞാൻ കയറുമ്പോൾ അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള വർക്കിനാവണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഒരു സീരിയൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ. നമ്മളിന്ന് പൊതിച്ചോറ് രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇല മുറിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ചാടണ്ട. ഇതിൽ നമുക്ക് പൊതിയാം. ഇന്ന് ഭയങ്കര മഴയുള്ള ദിവസം പോലെ, ഭയങ്കര ഇരുട്ട്. സോ നൈസ്. ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്ന് ഉറങ്ങാം. നല്ല വാട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചോറ് പരത്തിയിടണമ്മ. പരത്താൻ തോന്നല്ലേ. ഇത് നമുക്ക് അതെനിക്കിഷ്ടം, ചമ്മന്തി എനിക്കിഷ്ടം. പണിക്കൊന്നും പോവാണ്ട് വീട്ടിലിരുന്നിട്ട് പൂതിയുള്ള സാധനങ്ങൾ കഴിക്കാം. എന്താ സുഖം. എനിക്കിഷ്ടമാണ് കുറച്ച് കൂടുതൽ. നമ്മൾ ഇതിൽ കറി ആഡ് ചെയ്യണില്ല, പകരം തൈര് സൈഡിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. ആർപ്പാടാക്കണം. ഇപ്പം തന്നെ ആർപ്പാടാൻ പറ്റും. നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് കഴിക്കാം.
അപ്പോൾ ഫുഡ് പൊതിച്ചോറ് ഓപ്പൺ ചെയ്യാണ്. നല്ല കാറ്റില്ല, അല്ല നല്ല കാറ്റുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ജനാൽ തുറന്നിട്ടുണ്ടെന്ന്. Let me show you guys. എല്ലാം നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. കേൾക്കാം. മോര ഒഴിച്ചോണ്ടേ അച്ചാറിൻ്റെ മുഖം മീൻ പൊളിച്ചുണ്ട്. പക്ഷെ മീൻ പൊളിച്ചെടുത്തില്ല, ഉണക്കൽ മതി. വേറെ തന്നെ ടേസ്റ്റ് അല്ലേ. നമ്മൾ കഴിക്കുന്ന സുഖമുള്ള ലൈഫാണ്, എൻജോയ് ചെയ്യുന്നു. കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തമായ കാറ്റാണ് ഗൈസ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. ഈവനിങ് ആയപ്പോൾ ഉമ്മ മിക്ക മഴയുള്ള ദിവസം, ഭയങ്കര മഴയും ഭയങ്കര തണുപ്പുള്ള ദിവസം ഉണ്ടാക്കുന്നതാണ് ഈ സേമിയം കൊണ്ടുള്ളൊരു ഡെസേർട്ട്. അപ്പോൾ അതായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 4 മണി നേരത്ത് ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ കളരിൽ പോകാൻ നിൽക്കുകയാണ്. കുട്ടികൾ വന്നിട്ടുണ്ട്, കളരിയുള്ള ദിവസമാണ്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഞാൻ അവിടെ എൻ്റെ ചെയ്യാണ്. 3 ദിവസത്തെ വീഡിയോ ആയിരുന്നത് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ. ഇത് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.